ഹായ്. ചില ക്ഷേത്രങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുക എന്നുള്ളതൊരു നിയോഗാണ് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വലിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനിന്നൊരു ക്ഷേത്രത്തിൽ പോയി. ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മുരുകക്ഷേത്രത്തിന്റെ പ്രാധാന്യം തമിഴ്നാട്ടിൽ കൂടുതലാണെന്ന് എനിക്കറിയാം. അതിനേക്കാൾ നമ്മുടെ കേരളത്തിലും ഒരുപാട് മുരുകനെ ആരാധിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അമ്പലം ഇപ്പം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, റോഡിൽ നിന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രത്തില് മുന്നൊരു അയ്യപ്പ ഭജന മഠമായിരുന്നു അത്. എന്നാൽ പിന്നീട് അവർ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്വാധീനം കാണുകയും പിന്നീട് അവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രമായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പുഴപ്പത്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ബാലമുരുക രൂപത്തിലാണ് അവിടെ ആരാധിച്ചു പോരുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മള് ദേവീക്ഷേത്രങ്ങളിലൊക്കെ തേങ്ങ മുട്ടറക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് മുട്ടറത്ത് നമ്മൾക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് ഉള്ളത് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ക്ഷേത്രമാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒരുപാട് പണമൊന്നും വാങ്ങിക്കാതെ വളരെ മിനിമലായിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ നിവൃത്തി ചെയ്തു തരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ. ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. വൺ ടൈം നിങ്ങൾ വയനാട് വരുന്നുണ്ടെങ്കിൽ ബീനാച്ചി ഭാഗത്താണ്, സുൽത്താൻ ബത്തേരി പോകുന്നതിന് മുന്നേ ബീനാച്ചി പനമരം പുഴപ്പത്തൂർ റൂട്ടില് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും കേട്ടോ. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. അൺഎക്സ്പെക്ടഡ്ലി എനിക്കൊരു സുബ്രഹ്മണ്യ സ്വാമിനെ കാണണം എന്നുള്ള കൊതിയില് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പോയതാണ്. പക്ഷേ എന്റെ ലൈഫില് എന്താ പറയാ, വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മള് നിൽക്കുന്ന നാട്ടില് നമ്മൾ പോവുക എന്ന് പറയുന്നത്, വളരെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ പോവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു റിക്വസ്റ്റ് എന്ന വണ്ണം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അമ്പലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ഒരുപാട് ഫണ്ട് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അമ്പലത്തിന്റെ പുനരുദ്ധാരണത്തിന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക. ഒരു തവണയെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യാനാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുള്ളൂ, പറ്റുന്നവരുണ്ടെങ്കിൽ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചൈതന്യം നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ്. ചെറിയൊരു ക്ഷേത്രമാണ്, പക്ഷേ എന്താ പറയാ, എനിക്കറിയില്ല, അത്രയും ഒരു ചൈതന്യമുള്ള ഒരു ക്ഷേത്രം. സുബ്രഹ്മണ്യ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും, അതിന്റെ സംശയമില്ല.